2025 പൂരവിശേഷം ഞാൻ ബൈജു താഴെക്കാട്ടും കൂടി പറയുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഭഗവതിമാരുടെ ആറാട്ടും. നമസ്കാരം, ഞാൻ ബിജു പവിത്ര, ബൈജു താഴെക്കാട്ട്. തൃശ്ശൂർ പൂരം എല്ലാവരും പറയുന്ന പോലെ ഇന്നലെ അവസാനിച്ചു, പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് അവസാനിക്കുന്നില്ല. തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുന്നത് പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം നടുവിൽ മഠത്തിലെ കൂടിയാറാട്ട് കഴിഞ്ഞിട്ടാണ്. കൂടിയാറാട്ട് എന്ന് അങ്ങനെ ഒരുമിച്ച് പറയാൻ പറ്റില്ലേ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഒരു കൂടിയാറാട്ടാണെങ്കിലും ഒരു സെപ്പറേറ്റ് ആണെന്നാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ഒരുമിച്ച് തിരുവമ്പാടി ഭഗവതിയും പാറമക്കാവ് ഭഗവതിയും കൂടി ആറാടാണ്. നമ്മളിപ്പോൾ എത്രയൊക്കെ പറയുമ്പോഴും കേരളത്തിലെ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോഴേ തിരുവിതാംകൂർ രാജാവിനെ കുറിച്ചായിരിക്കും ഏറ്റവും അധികം പറയുന്നുണ്ടാവുക. പത്മനാഭദാസ, വഞ്ചിപാലസർ, രാമവർമ്മ, കുലശേഖര, അങ്ങനെ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്കറിയുന്ന ഒരു രാജാവാണല്ലോ, അതിശക്തൻ തമ്പുരാനാണ്. കാരണം അത് ഓരോ വർഷം ചെല്ലും തോറും എന്ന് പറഞ്ഞാൽ 1790 മുതൽ 1805 വരെയാണ് അദ്ദേഹത്തിൻ്റെ പീരീഡ്. ആ കാലത്ത് ടിപ്പുവിൻ്റെ ആക്രമണം വരെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരൊറ്റ പൂരം കൊണ്ട് ഓരോ വർഷം ചെല്ലുമ്പോഴും അതെ, ഇന്നിപ്പോൾ അങ്ങനെ ഒരു രാജാവേ ഉള്ളൂ, അത് ശക്തൻ തമ്പുരാനാണ്. ഒരു നഗരത്തിനെ അതിൻ്റെ ഗ്രാമങ്ങളെ കൂടി ചേർത്ത് പിടിച്ചിട്ടാണ് പൂരം സംഘടിപ്പിക്കുന്നത്, അല്ലേ? അതെ. ഈ 2 ദിവസം ലോകം മുഴുവൻ തൃശ്ശൂരിലേക്ക് ചുരുങ്ങുക. അതെ, ഈ ഗ്രാമങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആചാരപരമായ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ചെമ്പൂക്കാവ്, അയ്യമ്പള്, പനമുക്കുംപള്ളി, അങ്ങനെ താരമൊക്കെ അങ്ങനെ വിവിധ ദേശങ്ങളെ കൂടി കൂട്ടുപിടിക്കാൻ അവിടുത്തെ ശാസ്താക്കന്മാരെയും ഭഗവതിമാരെയും കൂട്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന പോലെ ലോകത്തെ മുഴുവൻ കൂട്ടുപിടിക്കാനായിട്ട് കുടമാറ്റം ഉണ്ടാവുന്നു. ലോകത്ത് അലഞ്ഞിത്തറമേളം എന്ന് പറഞ്ഞാൽ ഇനി അറിയാത്ത സിംഫണി വേറെ ഇല്ല. ഒന്നും അതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണെല്ലാം. ഈ പൂരത്തെക്കുറിച്ച്, ഈ വർഷത്തെ പൂരത്തെക്കുറിച്ച് വായിച്ചു നമുക്ക് എങ്ങനെ പറയാം? സത്യം പറയാന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ പൂരം അതിഗംഭീരമായി എന്ന് പറയാം. കാരണം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എല്ലാം കൊണ്ടും ഇപ്പൊ എന്തെങ്കിലൊക്കെ ഒരു പ്രതിസന്ധി നമുക്ക് നേരത്തെ ഉടലെടുക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ വെടിക്കെട്ടാവാം, അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാവാം, അങ്ങനെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു പ്രതിസന്ധി നമുക്ക് വരാറുണ്ട്. ഇതിപ്പോ ഈ വർഷം നമുക്ക് അതെല്ലാം നേരത്തെ തന്നെ കോടതിയുടെ ഇടപെടലുകളും ഇല്ലാണ്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ആരോപണങ്ങൾ. പക്ഷെ എന്താ പറയാ, ഒരു ചെറിയ ന്യൂനപക്ഷം നമ്മള് പൂരത്തെ സ്നേഹിക്കുന്ന ഒരു ഭൂരിപക്ഷത്തെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു ഇതുമില്ല. എന്നിട്ടും അതും മാത്രമല്ല, നിയമപരമായും മറ്റ് സർക്കാരുകൾ, സംസ്ഥാനമാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും പറ്റാവുന്ന രീതിയിലെല്ലാം ഈ ഒരു പൂരത്തെ ജനകീയമാക്കാനും പൂരം തൃശ്ശൂരിൻ്റെ ഒരു മുഖമുദ്രയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ലാണ്ട് തെളിയിക്കാനും വേണ്ടി ഈ വർഷം അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ടാകും. ഇപ്പം നമ്മുടെ ഏകദേശം 4 സംസ്ഥാന മന്ത്രിമാര്, ഒരു കേന്ദ്രമന്ത്രിയൊക്കെ തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് ആ പൂരത്തിന് വേണ്ടി വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. അതും പ്രത്യേകം എടുത്തു പറയേണ്ട ഈ പ്രാവശ്യത്തെ പോലീസിന്റെ ഒരു ഇടപെടലാണ്. അതെ, ഒരുപാട് ആരോപണങ്ങൾ കേട്ട പോലീസ് ഇപ്രാവശ്യം ശരിക്കും ഒരുക്കിയത് ഒരു വല്ലാത്തൊരു സെക്യൂരിറ്റിയും അതുപോലെ വല്ലാത്തൊരു കംഫർട്ടും കൂടിയാണ്. കാരണം ഔദ്യോഗികമായിട്ടുള്ള നമ്മൾ കോവിഡ് കാലത്താണ് നമ്മൾ പോലീസിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് കണ്ടത്. ഈ നേരത്തെ തന്ത്രി വരുമ്പോഴാണ് തന്ത്രീനെ കടത്തിവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്കൊരു പക്ഷേ അതില് നമ്മളൊക്കെ ആദ്യമേ തൊട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യത്തിൽ ചെറിയൊരു ശതമാനം നടപ്പാക്കാൻ അവർക്ക് ശ്രമിച്ചു എന്നുള്ള ഉന്നതങ്ങളുടെ ഇടപെടലുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിനെ അറിയുന്ന, തൃശ്ശൂർ പൂരത്തെ അറിയുന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് അത് നടപ്പാക്കി. അതിൻ്റെ വിജയം തന്നെയാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. കാരണം ആര് എവിടെ എങ്ങനെ പോകണം എന്നുള്ളത് അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അതിൻ്റെ ചുമതലയുണ്ടായത്. അതെ, പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ലേ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അത് തന്നെയാണ് കാരണം ഇത്രയും ക്രൗഡിൻ്റെ ഉള്ളിൽ ഇപ്പോൾ രാജ്മിനിസ്റ്റർ പറഞ്ഞ പോലെ 14 ലക്ഷമാണ് സാധാരണമായിട്ട് അപ്രോക്സിമേറ്റ് നമ്മൾ പ്രതീക്ഷിക്കാറ്. ഇപ്രാവശ്യം 18 ലക്ഷമാണെന്നുള്ള തന്നെ പ്രതീക്ഷിക്കുന്നത്. കാരണം കണിമംഗലം ശാസ്താവ് പൂരത്തിന് വരുമ്പോഴേ ഒരു 15 കൊല്ലം മുമ്പ് നമ്മൾ വളരെ നിശ്ചിതമായ ഒരു ആളുകൾ. ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നെയ്തലക്കാവമ്മ നട തുറന്നു വരുന്ന
വളരെ കുറച്ചൊരു 50-ഓ 60-ഓ ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് പൂരം എന്നുള്ളത് ഒരു ആഘോഷം എന്നതിലുപരി ഒരു നാടിൻ്റെ സംസ്കാരമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ അറിയുന്നത് ഈ സംസ്കാരത്തിൻ്റെ പരിപൂർണതയാണ്. പലരും നമ്മളോട് വിമർശനാത്മകമായിട്ട് ഞാനൊരു ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. എന്നോട് പറയും നിങ്ങൾക്കൊക്കെ നാണാവില്ലേ ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട്. ഞാൻ പറയാം എന്നോട് പറയുന്നവരോട് പറയാനുള്ളത് ഇതൊരു സംസ്കാരം കൂട്ടായ്മയാണ്. അത് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ എല്ലാ കാലത്തും ഏകശിലാത്മകമായ ഒരു കാലമല്ല. എന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം തന്നെ സംഘടിപ്പിക്കുന്നത് ബ്രാഹ്മണിക്കൽ പൂരമായിരുന്ന പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളോട് തർക്കിച്ചുകൊണ്ടാണ് തൃശ്ശൂർ പൂരം ഉണ്ടാവുന്നത്. എനിക്ക് ആ പൂര ദിവസം രാവിലെ സുരേഷ് ഗോപിയും രാജൻ മിനിസ്റ്ററും ഒരുമിച്ച് ആറാപ്പ് വിളിക്കുന്ന ഒരു ഇത്, അത് ഇവിടെ പറ്റുള്ളൂ, വേറെ എവിടെയും നടക്കില്ല. വേറൊരു പൂരത്തിൽ ഇങ്ങനെ മന്ത്രിമാർ നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് ആ ചരിത്രത്തിൽ നിന്നാണ് ഇവിടെ തൃശ്ശൂർ പൂരം ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ പൂരത്തിന് വിവിധ കാലങ്ങളിലാണ് ജനകീയമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ആ മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇന്നത്തെ പൂരമായത്. നമ്മൾ പറയുന്ന പോലെ ഒരു ദിവസം കൊണ്ട് ഒരു ദോശ മറച്ചിടുന്ന പോലെ മാറ്റാൻ പറ്റുന്നതല്ല, പലതും കാലത്തിനനുസരിച്ച്. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഈ മഠം പോലും ഒരുപാട് കാലം മുമ്പ് ചിലപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നില്ല. അതാണ് മാറ്റം എന്ന് പറയുന്നത്. ഈ മാറ്റത്തെയും കൂടി ഞങ്ങൾ അനുഭവിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. അതാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ക്യാമറമാൻ അദ്ദേഹത്തിന് കൈ കഴിച്ചു തുടങ്ങി എന്നുള്ള സത്യം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. ഞാൻ ബിജു പവിത്ര, ഞാൻ ബൈജു താഴക്കാട്. നന്ദി, നമസ്കാരം.